വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ അമേരിക്കൻ സൈന്യം തട്ടിക്കൊണ്ടുപോയ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ കുറച്ച് കൃമി കീടങ്ങൾക്ക് മോദിയെ തട്ടിക്കൊണ്ടുപോകണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു മുന്നറിയിപ്പായിരുന്നു. ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാനെ മാത്രം പാഠം പഠിപ്പിക്കാനായിരുന്നില്ല. അത് ലോകത്തിന് നൽകിയ ഒരു സിഗ്നൽ ആയിരുന്നു, ഒരു മുന്നറിയിപ്പായിരുന്നു, ഒരു ചരിത്ര പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് വാക്കുകളിലല്ലാതെ പ്രവൃത്തിയിലൂടെ നൽകിയ ഒരു മറുപടി. വർഷങ്ങളായി ലോകം ഇന്ത്യയെ കണ്ടത് ഒരു നിയന്ത്രിക്കാവുന്ന ശക്തിയായിരുന്നു. സംയമനം പാലിക്കുന്ന, അവസാനം മാത്രം പ്രതികരിക്കുന്ന, അവസാനം മാത്രം ശബ്ദമുയർത്തുന്ന ഒരു രാജ്യമായിട്ട്. ഓപ്പറേഷൻ സിന്ദൂർ ആ ധാരണ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി. ഇതൊരു ആക്രമണമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ അവകാശ പ്രഖ്യാപനമായിരുന്നു. പാകിസ്ഥാൻ ആ സമയത്ത് ഒറ്റയ്ക്കായിരുന്നില്ല. അവരുടെ പുറകിൽ പരസ്യമായി ചൈന, തുർക്കി എന്നീ രാജ്യങ്ങളും നയതന്ത്ര മറവിൽ അമേരിക്കയുടെ രഹസ്യ പിന്തുണയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതായത് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സാധാരണ സംഘർഷമല്ല, മറിച്ച് ഇന്ത്യ ഒറ്റയ്ക്ക് നിന്ന് ഒരു പവർ ബ്ലോക്കിന് നേരിട്ട ഒരു നിമിഷമായിരുന്നു. ലോകം കരുതിയത് ഇന്ത്യ ആദ്യം സംസാരിക്കും, പിന്നീട് പ്രഖ്യാപനങ്ങൾ നടത്തും, ശേഷം ഡിപ്ലോമസി വഴി സമ്മർദ്ദം ചെലുത്തുമെന്നൊക്കെയാണ്. എന്നാൽ ഇന്ത്യ ചെയ്തത് ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. ശബ്ദമില്ലാതെ, അറിയിപ്പില്ലാതെ, കൃത്യമായി, ക്രൂരമായി, അത്യന്തം പ്രൊഫഷണലായി തന്നെ പാകിസ്ഥാനെ കടന്നാക്രമിച്ചു. നൂർഖാൻ എയർബേസ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ചില രാജ്യങ്ങൾക്ക് അതൊരു റെഡ് ലൈൻ ആയിരുന്നു. അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള, അന്താരാഷ്ട്ര സംരക്ഷണമുള്ള, തൊടാൻ പാടില്ല എന്ന് കരുതിയിരുന്ന ഒരു കേന്ദ്രം. എന്നാൽ ഇന്ത്യ അവിടെ കയറി കളിക്കുമെന്ന് വിദൂര സ്വപ്നങ്ങളിൽ പോലും ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും വലിയ ഷോക്ക്. അന്ന് ഇന്ത്യ ലോകത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ വരച്ച വരകൾ ഞങ്ങളെ തടയില്ല, നിങ്ങൾ സൃഷ്ടിച്ച ഭീതികൾ ഞങ്ങളെ നിയന്ത്രിക്കില്ല. അത് വളരെ കൃത്യമായ ഒരു സന്ദേശമായിരുന്നു. ഇന്ത്യ ഇനി ഭീഷണികൾ കണക്കിലെടുക്കുന്ന രാജ്യമല്ല, ഭീഷണികൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു ശക്തിയാണ് എന്ന്. കാർഗിൽ വരെ നോക്കിയാൽ നമ്മുടെ യുദ്ധങ്ങൾ മനുഷ്യബലിയിൽ എഴുതപ്പെട്ട ചരിത്രങ്ങളായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റും മഞ്ഞുമലകളിൽ വീണും രക്തം കൊണ്ട് രാജ്യം രക്ഷിച്ച സൈനികരുടെ ധീര ഓർമ്മകളാണ്. ആ ധൈര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിന്റെ ഭാഷ തന്നെ മാറ്റിമറിച്ചു. ഇത് സൈനികരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന യുദ്ധമല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ യുദ്ധമായിരുന്നു. ഡ്രോണുകൾ, സാറ്റലൈറ്റ് കണ്ണുകൾ, റിയൽ ടൈം ഇന്റലിജൻസ്, പ്രസിഷൻ സ്ട്രൈക്ക്, കാലാൾപ്പടയ്ക്ക് പോലും ഇതിൽ താരതമ്യേന റോൾ വളരെ കുറവായിരുന്നു. ഇതാണ് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഓപ്പറേഷനായി അവസാനിച്ചില്ല, അതൊരു സന്ദേശമായിരുന്നു. ഇന്ത്യ ഇനി പ്രതികരിക്കുന്ന രാജ്യമല്ല, ആരംഭിക്കുന്ന രാജ്യമല്ല, അവസ്ഥ വിലയിരുത്തി ശരിയായ സമയത്ത് അടിക്കുന്ന രാജ്യമെന്ന വ്യക്തമായ സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു പ്രതികരണം. ഇത് ലോകം മനസ്സിലാക്കി. ചൈന നിരീക്ഷിച്ചു, അമേരിക്ക വിലയിരുത്തി, യൂറോപ്പ് ചർച്ച ചെയ്തു. കാരണം ഇതൊരു പ്രാദേശിക വിഷയമായിരുന്നില്ലല്ലോ, ഗ്ലോബൽ പവർ ബാലൻസിനെ തന്നെ ബാധിച്ച ഒരു നീക്കമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ലോകം ഇന്ത്യയെ വൻ ശക്തി എന്ന നിലയിൽ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നത്. ഭാരതം ഭാവിയിലെ ശക്തിയല്ല എന്നും നിലവിലെ ശക്തികൾക്കൊപ്പം പിടിച്ചു നിൽക്കാനോ അടിച്ചു നിൽക്കാനോ കൽപ്പുള്ള ശക്തിയാണ് എന്നുള്ള ഒരു ബോധ്യം ഇവർക്കെല്ലാവർക്കും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പോലും ഒരു നീരസമുണ്ടായി എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യ അമേരിക്കയുടെ നിയന്ത്രണ പരിധിയിൽപ്പെടുന്ന ഒരു രാജ്യമല്ല എന്ന കാരണത്താൽ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കായി സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വതന്ത്ര ശക്തിയാണ് എന്ന തിരിച്ചറിവിനാൽ ഓപ്പറേഷൻ സിന്ദൂർ നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു, എന്നാൽ ദുർബലരല്ല എന്നത്. ലോക പോലീസിനും അത് ബോധ്യപ്പെട്ട ഒരു വസ്തുതയായി. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കയറി ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വെറുതെ അങ്ങോട്ട് തട്ടിക്കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നത് മരപ്പൊട്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള ചിന്തയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരം മലർപ്പൊടിക്കാരും അവരുടെ സ്വപ്നങ്ങളും ഇല്ലാതാകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിക്കണം. നിങ്ങളുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോവുക വളരെ പ്രയാസമാണ്. ഒരു 10 സെക്കൻഡ് പോലും സമയമെടുക്കാത്ത ഒരു കാര്യമാണ്. സഹായിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.